എല്ലാ കൂട്ടുകാർക്കും ഇടുക്കിയിലേക്ക് സ്വാഗതം. ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ രണ്ടാമത് ചെയ്യുന്നത് പായസം കൈതച്ചക്ക കൊണ്ടുള്ളതാണ്. പായസം ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നല്ല പഴുത്ത കൈതച്ചക്കയാണ് നല്ലത്. ഇതിൻ്റെ പകുതി മാത്രമാണ് നമ്മൾ പായസം ഉണ്ടാക്കാൻ എടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുള്ളുകളെല്ലാം കളഞ്ഞ് നമുക്ക് ചെറിയ പീസുകളാക്കി എടുക്കാം. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം. കൈതച്ചക്ക പീസുകൾ നന്നായിട്ട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടുന്ന തരത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. പായസത്തിന് ആവശ്യമുള്ള ശർക്കര ഞാനിവിടെ ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു തേങ്ങയിൽ നിന്ന് 2 പാലും 1 പാലും മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ പൈനാപ്പിൾ നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ നെയ്യും നമ്മുടെ പൈനാപ്പിൾ മിക്സും കൂടി നന്നായി യോജിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ മൂടി വെച്ച് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഇടയ്ക്കിടെ ഒന്ന് തുറന്ന് നോക്കണം, അല്ലെങ്കിൽ അതിൽ വെള്ളമൊക്കെ വറ്റി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ശർക്കര നീര് ചേർത്ത് കൊടുക്കാം. ഈ പകുതി കൈതച്ചക്കയ്ക്ക് 4 അച്ച് ശർക്കരയാണ് ഞാനിതിൽ ഉരുക്കി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ ശർക്കര നന്നായി യോജിച്ച് വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 5-10 മിനിറ്റ് വരെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ പായസത്തിലൊക്കെ ചേർക്കുന്നത് പോലെ തന്നെ 2 പാലാണ് ആദ്യം ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചൗവരിയാണ്. ആ ചൗവരി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കൈതച്ചക്ക മാത്രം ചേർത്ത് കൊടുത്തത് കൊണ്ട് നമ്മുടെ പായസത്തിന് കട്ടി കുറവായിരിക്കും. ആ ഒരു കട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ചൗവരി ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പായസം ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കാം. ഇപ്പോൾ നമ്മുടെ പായസം തിളച്ച് വരുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കായും നല്ല ജീരകവും ചുക്കും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പൈനാപ്പിൾ പായസം ആയതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് മതിയെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ പായസം നമ്മുടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 പാൽ കൂടി ചേർത്ത് കൊടുക്കണം. എല്ലാവർക്കും അറിയാലോ, പായസം 1 പാൽ ചേർത്തതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല. ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പായസമാണ് ഈ കൈതച്ചക്ക പായസം. അതുപോലെ തന്നെ ടേസ്റ്റും ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ് ഈ പായസത്തിന്. കൈതച്ചക്ക മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിന് പകരം അതിൻ്റെ കൂടെ ഒന്നുകിൽ അടയോ അല്ലെങ്കിൽ ചവ്വരിയൊക്കെ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ പായസത്തിന് കട്ടി കുറവായിരിക്കും. ഇതിലേക്ക് നമുക്ക് നെയ്യിൽ മൂപ്പിച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കണം. എല്ലാവർക്കും ഈ കൈതച്ചക്ക പായസം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. മറ്റൊരു ഓണം സ്പെഷ്യൽ പായസവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്